ശരണ്യ എന്നാടിക്കാണ്? തുണി കഴുകിയാണ്. ശരണ്യ പറഞ്ഞിട്ട് ഞാൻ മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. വാ കാണിച്ചു തരാം. കണ്ടിട്ട് എന്നാ വഴക്കിടരുതേ. ആ എന്നാ ആ വണ്ടിയെ പോയി എടുത്തേ. ഞാൻ വണ്ടിയെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പൊടി മത്തിയാ? നോക്കിക്കേ, അതൊന്ന് എടുത്ത് നോക്കിക്കേ. എന്നാക്കേ? ആ മത്തി വെറുതെ തന്നതാണ്. നമ്മുടെ മറ്റേ ഇവിടെ കണ്ണാടിക്കവലെ പടിഞ്ഞപ്പോൾ അപ്പം അത് നമുക്ക് എന്തെങ്കിലും വറക്കെന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. ശനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. തിരിയാനുണ്ടല്ലോ, തിരിയാനാണ് മേടിച്ചത്. അത് അത്ര മീനില്ലേ ശരണ്യ? 100 രൂപയ്ക്കാ. ആ ലാഭമല്ലേ? അപ്പം നമുക്ക് ഇന്ന് പിന്നെ എനിക്ക് പച്ചക്കറി വേണം. ഇന്നലെയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് ബിരിയാണി, പായസം, എൻ്റെ പൊന്നെ. അപ്പം ഇന്ന് തോരൻ വെക്കാം. എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ? ശരണ്യ, മീൻ ഇഷ്ടപ്പെട്ട? ഒന്ന് കാണിച്ചേ നമ്മുടെ കൂട്ടുകാരെ. കൂട്ടുകാരെ കണ്ടതേ നല്ല അടിപൊളി മത്തി. പിന്നെ അതിൻ്റെ അകത്ത് തിരിയാനും ഉണ്ടല്ലേ? ഇതിലിരിക്കട്ടെ, 2 പാൻറ്റുണ്ട്. അതൊന്ന് കഴുകിയിട്ടിട്ട് വരാം. അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. വെയിൽ തലവേദന എടുക്കും. അല്ല, നമ്മുടെ വീഡിയോ തുടങ്ങുമ്പോ കൂട്ടുകാരോട് സ്വാഗതം പറയുമല്ലോ. ഹലോ കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരണ്യ ഷിജു. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറഞ്ഞിരുന്നേ, മത്തിയും കിരിയാനും ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, 2 പാൻറ് കഴുകാനുണ്ട്. അപ്പൊ അത് കഴുകിയിട്ട് അത് കഴുകിയിട്ടിട്ട് വന്ന് മീൻ വെട്ടും ബാക്കി പണിയും ഉണ്ട് കൂട്ടുകാർ. പിന്നെ കൂട്ടുകാരോട് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒത്തിരി കൂട്ടുകാർ നമുക്ക് കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും നമ്മുടെ വീഡിയോയുടെ കമൻറ്റിലൂടെയൊക്കെ നമ്മളെ ആശംസകളൊക്കെ അറിയിച്ചു. അപ്പോൾ ആ ആശംസകൾ അറിയിച്ച കൂട്ടുകാർക്ക് ചിലർക്ക് ആശംസകൾ അറിയിക്കാൻ പറ്റാത്തവരും ഉണ്ട്. ഈ ടി വിയിലൊക്കെ കാണുന്നവർക്ക് ആശംസകളൊന്നും അറിയിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ശരണ്യ ഇത് പാൻറ് ചെയ്തിട്ട് മീനിൻ്റെ കറിയിലേക്ക് പോകുന്നു. ഞാനാണെങ്കിൽ ആ നേരത്ത് മിച്ചർ വാരിക്കൊണ്ടിരിക്കുകയാണ്. വാരിയതെല്ലാം എന്തേ കണ്ട കവറിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പാക്ക് ചെയ്തെടുക്കണം. ശരണ്യ മീൻ വെട്ടാൻ തുടങ്ങിയ ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാൻ പാവം. മീന് ചെറിയ മീനായ ഇത് ആരെയാണ് വഴക്കിട്ട? ആണോ? ഞാനോടത്ത് എന്നെയാണെന്ന്. നമ്മുടെ കല്ലു കണ്ട മീൻ വെട്ടാൻ നേരത്ത് വന്ന് നിൽക്കുകയാണ്. കല്ലുവിന് മീൻ വേണം. നമ്മുടെ ടോബി സമ്മതിക്കുകയല്ല. കല്ലുവിന് മീൻ തരാൻ നമ്മുടെ ടോബി സമ്മതിക്കുന്നില്ല. കല്ലൂനൊരു മീൻ കൊടുക്കാൻ മേല. ഞാൻ മീൻ 3-4 കഷ്ണം കൊടുത്തു. പൊടിമത്തിയല്ല ഞാൻ കൊടുത്തു. എന്നിട്ട് ടോബിക്ക് ഇഷ്ടമല്ല കല്ലൂന്. ഇഷ്ടമല്ല. ടോബി പോട്ടേടാ. എന്ത് ചെയ്യാനാ? ഒരെണ്ണം കൂടി കൊടുത്തേര് കല്ലൂന്. കണ്ടാ? ഇനി അതും കൊണ്ട് പൊക്കോ കേട്ടാ കല്ലു. ഞാൻ കൂടി വെട്ടാം. ശരണ്യ അത് വെട്ടിയിടുമ്പോ ഞാൻ അതിന്റെ ഇങ്ങനെ ചെതുമ്പലൊക്കെ കളഞ്ഞു തരാം. ഞാൻ ചെയ്ത് തരാം. ഞാൻ തമാശ പറഞ്ഞല്ലേ. ശരണ്യ ഒറ്റയ്ക്ക് നിന്ന് അത് ചെയ്യണ്ടേ? എവിടെ വെട്ടി തീർന്നു? ചട്ടി കിടക്കണം മീന്. കണ്ണി അയിലേക്ക് കിടക്കണം. എന്നാ കുറച്ചെടുത്താൽ മതി. ബാക്കി ആ ടോബിക്കൊക്കെ കൊടുത്തേരെ കേട്ടാ. ഒത്തിരി പാടാണ് ഇത്. പിന്നെ കിറ്റിലായിട്ട് വാരിയിട്ടപ്പോൾ എങ്ങനെ ഞാൻ പറയും അയ്യോ വേണ്ടെന്ന് ഇങ്ങനെ പറയും. അപ്പം ഞാനോർത്ത് ടോബിക്കെങ്കിലും കൊടുക്കാമല്ല എന്നോർത്ത്. എന്നാൽ നമ്മൾ മീൻ വെട്ടണ വീഡിയോ ഒത്തിരി കാണിച്ചിട്ടുണ്ടല്ലേ?
ഇതാണ് തിരിയാൻ. ഇവിടെ തിരിയാനെന്ന് പറയും അല്ലേ? ഒന്ന് നന്നായിട്ട്. അതാണ് തിരിയാൻ. ആ, അയില പോലെ ഇരിക്കും അല്ലേ? എന്നാണ് അമ്മയും മകളും കൂടി വർത്താനം പറയുന്നത്? അമ്മ ശരണ്യ മീനോട്ടുമ്പോഴൊക്കെ പാത്രം കഴുകി വെക്കാൻ തുടങ്ങി. ആഹാ, അപ്പൊ ശരണ്യ പറയണ അമ്മ കഴുകി. ഇതെന്നാണ് ശരണ്യ അവിടെ കുറെ ചാക്ക് കെട്ടൊക്കെ ഇരിക്കണത്? ഇല്ല, അവിടെ കുറെ ചാക്ക് കെട്ടൊക്കെ ഇത് പെയിന്റിന്റെ പാട്ട. തേങ്ങാ ചെടിന്റെ ചിരട്ടയാണ് ഈ ചാക്കിലാക്കി വെച്ചിരിക്കുന്നത്. ആഹാ, ഷിജിമോനെ, എന്തോ ഇന്ന് അല്ലല്ലേ ഇത്? അല്ല, ഇത് ഇന്ന് എന്താണ് പരിപാടി ഷിജിമോൻ? അല്ലല്ലേ പരിപാടി കപ്പങ്ങ കൊത്തണ്. അല്ല, ഇത് എന്താണ് ഇന്ന് ഒരു പുതിയ പരിപാടിയിലൊക്കെ കയറിയല്ല? ശരണ്യ മീൻ വെട്ടിയാണ്, അപ്പൊ ഒന്ന് സഹായിക്കണ്ടേ? അപ്പൊ അമ്മ സാധാരണ എന്നെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കാറുള്ളത്. അതെ, അച്ഛനും അമ്മയും പാക്കിങ് അല്ല ഞാൻ. പക്ഷെ അച്ഛനും അമ്മയും പാക്ക് ചെയ്തിട്ടിരിക്കുന്നതിന്റെ അച്ഛൻ ഇന്ന് വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങനെ അറിഞ്ഞു. ഞാൻ അപ്പുറത്ത് വന്നപ്പോ അമ്മ പറഞ്ഞു വീഡിയോ എടുക്കാൻ. അമ്മ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ് ഇതേ ഷിജിമോൻ അവിടെ കപ്പങ്ങായ ഉരച്ചിരിക്കുകയാണ്, ഒന്ന് ചെന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ഞാനതാണ് വന്ന് വീഡിയോ എടുത്തത്. അപ്പൊ ഷിജിമോൻ പറഞ്ഞു പാവ അത് മീനും വെട്ടിയേച്ചും പിന്നെ കപ്പങ്ങ കൊത്തണ്ടേന്നു. ശരണ്യക്ക് ഇത് കൈ പിടിച്ചോണ്ട് കുഞ്ഞു കൈയല്ലേ, അപ്പൊ പാടല്ലേ. ഞാൻ സഹായിക്കും. അല്ല, നല്ല കാര്യമാണ് സഹായിച്ചാൽ നമുക്ക് എത്രയും വേഗം ഭക്ഷണം കഴിക്കാം. ഞാൻ ഇത് മൊത്തം കൊത്തിയിട്ട് മൊത്തം കാണിക്കാം. മതി, എന്നിട്ട് മതി, കുഴപ്പമില്ല. കണ്ട ശരണ്യ മീന് വെട്ടിക്കൊണ്ടിരിക്കുക. ശരണ്യ എന്തെടുക്കാണ് ഇവിടെ? നോക്കിക്കേ, കണ്ട. അത് ശരി. ശരണ്യ ഇവിടെ പണിയലാണ്. ചോര? അത് മീൻ അല്ല, മീനിന് ചോരമായ അല്ലാതെ പിന്നെ എന്നാ ഉണ്ടാകാണ്? പച്ച മീനായോണ്ടല്ലേ? ഞാനിത് കൊത്തിയച്ചും വിളിക്കാവേ. ശരി ശരി. ഷിജിമോനെ, എന്തോ അല്ല തീർന്നില്ലേ? കുറച്ചു നേരം ആയല്ലോ. അല്ല ഇത് ഇതന്നെ അല്ല അല്ല വേറെ പേരുണ്ടല്ലോ. ഇപ്പൊ ഐറ്റംസ് മാറ്റിയ ക്യാരറ്റ് കപ്പങ്ങായും കൂടിയുള്ള പരിപാടിയാണ്. കണ്ട കൂട്ടുകാര് ഒന്ന് പറ്റിയ കാണിച്ചു കൊടുത്തേരി. ക്യാരറ്റും കപ്പങ്ങായും കൂടി ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തിരിയാണ്. എന്താ ശരണ്യ ചെയ്ത് വെക്കണാച്ചാ? അതെ, എന്നാണ് ശരണ്യ? അത് കൊള്ളാം. അപ്പൊ മത്തി ചെറുതല്ലേ? അപ്പൊ കാര്യം നമുക്ക് ഇത് തിരിയാൻ വെക്കാം. അതുപോലെ എന്തോ അച്ഛനും മക്കളും കൂടെയാണോ പാചകത്തിന് കയറിയിരിക്കുന്നത്? അച്ഛൻ വീഡിയോ എടുക്കണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് അച്ഛൻ ഏറ്റെടുത്ത്. അപ്പൊ ഞാനിത് ഇതുമായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചാണ് അതുമേ ചെയ്യുന്നത്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ അമ്മ ഇന്നലെ ഇച്ചിരി പണി കൂടായിരുന്നില്ല അമ്മക്ക്. അമ്മ ഇന്നലെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. രാവിലെ തൊട്ട് അമ്മക്ക് ഇച്ചിരി പണിഭാരം കൂടുതലായിരുന്നു. ശരണ്യയും ഷിജിമോനും കൂടി അമ്പലത്തിൽ പോയി വെച്ചുമെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു ചെറിയ ക്ഷീണമുണ്ട്. ഇല്ലേ ഇല്ലേ ഇല്ലേ? കണ്ട ശരണ്യ ചിരിക്കണ, കണ്ട ശരണ്യ ചിരിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ കുറഞ്ഞ രാവിലെ ഒരു ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിച്ചില്ല. ആണോ? ഷുഗറിന് മരുന്ന് കഴിച്ചാണ്? അത് ശരി. പറയൂ. പിന്നെ ഒരു കാര്യമുണ്ടേ, റെസ്റ്റ് ഇല്ലാഞ്ഞല്ല ഇന്നലെ അല്ലേ? അല്ലേ ഷിജിമോനെ? റെസ്റ്റ് ആർക്കും ഇല്ലെന്ന് പറഞ്ഞാൽ ശരണ്യം ഷിജിമോനും കൂടി അമ്പലത്തിലൊക്കെ പോയ അത് പിന്നെ ആർക്കും ശരിയാ. ശരണ്യ പറഞ്ഞ ശരിയാ, റെസ്റ്റ് ഇല്ലായിരുന്നു. എല്ലാവരും തിരക്കിലായിരുന്നു. പിന്നെ ജീവിതത്തിലേക്കൊക്കെ ഒരു സന്തോഷം. തിരക്കില്ലെങ്കിൽ നമ്മളൊരു മൂടവിട്ടായിട്ട് ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. തിരക്ക് വേണം. ഇത് കണ്ട മിക്സിഡാക്കി അരിഞ്ഞിരിക്കുകയാണ് ഷിജിമോൻ. ഇനി ഷിജിമോന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ചെയ്യും. രക്ഷപ്പെട്ടത്
എടുക്കണത്. അപ്പൊ ചെറുതായിട്ട് വരും. അത് വേണ്ട ഷിജുമോനെ, അതിന് കുറച്ച് കിട്ടത്തില്ല. അല്ലാതെ നീളത്തിലെ പീസാവും. ആ അത് ശരി. ആ ഇങ്ങനെ ഒന്ന് കൊത്തിയച്ചുകൊണ്ടല്ലോ. ആ ആ ആ ഇങ്ങനെ ഒന്ന് കൊത്തിയച്ചു നേരെ ഇതുമേ വെച്ച് അരക്കാം. ആ അത് ശരി. അപ്പം ഇച്ചിരി ചെറുതായിട്ട് തന്നെ കിട്ടും. ആ കൊള്ളാം കേട്ടോ അത്. ആ അത് കൊള്ളാം. ചെറിയ പീസാവും. ശരണ്യ എവിടം വരെ നമ്മുടെ മീൻ വെട്ടൊക്കെ കഴിഞ്ഞില്ലേ? മീൻ വെട്ടി ആ മീൻ വെട്ടി നല്ല ക്ലീൻ ആക്കിയല്ല. നല്ല വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ കഴിഞ്ഞു. ഞാൻ ദേ ആ നേരത്ത് തോരനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ട തോരൻ, നമ്മുടെ കപ്പങ്ങ തോരനും ക്യാരറ്റും കൂടിയൊക്കെ. സവോള അരിഞ്ഞില്ല. ഇനി ഞാൻ സവോള അരിഞ്ഞു തന്നെ. ഞാൻ അത് പറഞ്ഞു, ഞാൻ മീൻ വെട്ടുവല്ലേ. അപ്പൊ മീൻ വെട്ടി തീർന്നു. അപ്പൊ ഇനി കറി വെക്കാൻ തുടങ്ങാമല്ലോ. ഞാൻ ദേ ഇപ്പൊ തന്നെ സവോള അരിഞ്ഞു തരാവേ. അപ്പൊ ശരി, നമുക്ക് ബാക്കി വീഡിയോ കാണിച്ചു തരാം. ഇതേ കണ്ട നമ്മുടെ കണ്ണപ്പനും അച്ഛനും കൂടി എവിടെയോ പോകാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? കണ്ണിന്റെ കയ്യിൽ തന്നെയാണ് കണ്ണപ്പ ഇരിക്കുന്നത്. ആ പേപ്പർ അല്ലേ? പിന്നെ വണ്ടി പുറത്ത് കിടക്കുക. അതെ അതെ അതെ. കണ്ണപ്പ ഇന്ന് കോളേജിൽ നാളെ പോയാ മതി. ഒന്ന് കാണിച്ചു കൊടുത്തേച്ചാ. നമ്മുടെ കണ്ട കൂട്ടുകാരെ, നമുക്ക് വണ്ടിയൊന്നും ഇനി കയറി വരികയില്ല കുറച്ച് ദിവസത്തേക്ക്. ഇത് കണ്ട കൂട്ടുകാരെ, റോഡാണോ തോടാണോന്ന് അറിയാൻ മേലാത്ത രീതിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. കാണപണി നടക്കണ കാരണം. ഇത് കണ്ട, ഇതിപ്പോൾ റോഡാണെന്ന് പറയുമോ? ആ അതെ അതെ അതെ. അപ്പം നിങ്ങൾ പോയിട്ട് വാ. ശരി ശരി. കണ്ട കാണപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി നടന്നു പോയിയാണ്. വണ്ടി ദൂരെ വെച്ചിരിക്കുക. കറി കൂട്ടാൻ തുടങ്ങിയ പിന്നെയും കഴുകിക്കൊണ്ടിരിക്കുകയാണോ? ആഹാ, നമ്മുടെ അമ്മ എന്നാ അടിക്കാണ്? അമ്മ ഒന്നിങ്ങോട്ട് തിരിഞ്ഞേ. ആണാ? ആഹാ, അതിന് വേണ്ടി ചെയ്യാൻ പോയി. ആ ശരി ശരി ശരി. അച്ഛനും കണ്ണനും കൂടി അങ്ങോട്ട് പോയി. ദേവ് ആരോ വന്ന് നോക്കട്ടെ. ഇപ്പൊ വന്നത് ആരാണെന്നാ? നമ്മുടെ ജോസിയേട്ടനാണ് അപ്പുറത്ത് പെരവെക്കാൻ പോണം. അപ്പൊ ജോസിയേട്ടൻ വന്നതേ കൊച്ചിന്റെ ആദ്യ കുർബാന വിളിക്കാൻ വന്നതാണ്, ചടങ്ങ്. അപ്പൊ നമുക്ക് പോകണ്ടേ? കണ്ട അങ്ങനെ സവോളയൊക്കെ അരിഞ്ഞിട്ട് അല്ലേ? ഇഞ്ചി, പച്ചമുളക്. അതെ. പിന്നെ ഉള്ളി ഇല്ലാഞ്ഞല്ലേ? അതുകൊണ്ടാണ് ഞാനോർത്തിന് ഉള്ളി ഇല്ലാഞ്ഞിട്ടാണ്. എന്നാ നമുക്ക് കറി വെക്കുന്നൊക്കെ ഒത്തിരി വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ മീൻ കാണിച്ചിട്ടില്ല അല്ലേ? അതെ. അമ്മ മീനൊക്കെ വറുക്കാൻ തുടങ്ങിയല്ല? തുടങ്ങാൻ പോണ്. ആ ഇത് ആർക്കാണ് രണ്ടെണ്ണായിട്ട്? ഇത് ശരണ്യക്ക്. ആഹാ, എന്താ? അച്ഛന് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രം ആക്കിയത് അമ്മ. ആഹാ, അമ്മേ നമുക്കൊക്കെ കറിയല്ലേ? നമുക്ക് കറി. ശരണ്യക്ക് കറി ഇഷ്ടല്ല. ഒരു വറുത്ത മീനുണ്ടെങ്കിൽ ഇച്ചിരി ചോറ് തിന്നും. ഓ എന്റെ ദൈവമേ, ഒരാളവിടെ നിന്ന് കേൾക്കണുണ്ട്. കഷ്ടപ്പെട്ട് വെട്ടിയൊക്കെ തരുമ്പോ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ? എന്തോ തന്നെത്താൻ പറയണമ്മേ. അമ്മ പറയേണ്ടത് ശരണ്യ കയറി പറയും. ശരണ്യ ഭാഗ്യവതി തന്നെ. ശരണ്യ ശരണ്യ ആ പാത്രം എടുത്ത് വെച്ചിട്ട് ഇന്ന് പാട്ടൊക്കെ പാടിയത് കയ്യിരിക്കുന്ന ഡപ്പി അല്ല. ഞാനത് വീഡിയോ എടുക്കാൻ ഇച്ചിരി താമസിച്ചു പോയി. ആ അമ്മ തേങ്ങാ ചിരണ്ടണ ഇതിലായിരുന്നു. അപ്പൊ നമ്മുടെ മമ്മയുടെ അടുത്തൊരു പാത്രം കൂടി എടുത്തു അല്ലേ? മമ്മ രണ്ടാമത് അയച്ച പാത്രം അല്ലേ? അല്ല, നമ്മള് കൂട്ടുകാരെ കാണിച്ചായിരുന്നു അല്ലേ? ആ ഇങ്ങനെയാണോ തൊട്ട് നോക്കണത്? കൈ പൊള്ളും. ആ ഇങ്ങനെയാണോ? പച്ചമുളകും എല്ലാം ഇട്ട് അല്ലേ? നമ്മുടെ ക്യാരറ്റും കപ്പങ്ങായും കൂടി മിക്സിങ് ഉള്ള തോരൻ അല്ലേ? അപ്പൊ അതേ നമ്മുടെ എണ്ണ ചൂടായല്ല? ആ
ആ പൊട്ടട്ടെ. പോട്ടെ പോട്ടെ. ആ നമ്മുടെ പാത്രം ഉൾക്കാടനാണ്, അങ്ങോട്ട് പൊട്ടട്ടെ നന്നായിട്ട് ശരിക്കും അല്ലേ? പോട്ടെ. ആ കടുക് പാത്രം താഴെ വീണ് അല്ലേ? കടുക് പൊട്ടുന്നുണ്ട്, ആ കടുക് പൊട്ടുന്നുണ്ട്. ആ പൊട്ടട്ടെ. അപ്പൊ ഇനി അടുത്ത സാധനം ഇട്ടു. ഓടിക്കളഞ്ഞ് ശരണ്യ ഇട്ടേച്ച്. കണ്ട ശരണ്യ ഓടണ കൂട്ടുകാരെ നിങ്ങളെ കാണിച്ചു തരാം. കണ്ട എത്രത്തോളം അകന്ന് നിന്നാണ് ശരണ്യ. ഇതെന്താണ് ശരണ്യ? പാത്രമല്ലേ, സൂക്ഷിക്കണം. പുതിയ പാത്രമല്ലേ. ആഹാ. അയ്യോ പാത്രം പൊട്ടിത്തെറിക്കുമെന്ന് പേടി. പേടിച്ചിട്ടല്ലേ. പാത്രമല്ലമ്മ, കടുകുവായി എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ച് വീഴുമെന്നൊരു പേടി ശരണ്യ. മറ്റേ ചീനച്ചട്ടിക്കെല്ലാം പൊക്കമുണ്ട്. ആഹാ. ഇനി ഇച്ചിരി പൊക്കം ഇനി ശരണ്യ ഇതുമായിട്ടൊക്കെ ഒന്ന് ഓടിക്കളഞ്ഞു. അതെ. അപ്പൊ അങ്ങനെ ഇനി പേടിയില്ല അല്ലേ? ഇനി പേടിയില്ല. പേടിയൊക്കെ തീർന്നു പോയി. ആദ്യമായിട്ട് ഈ പാത്രമായിട്ട് നമ്മളൊന്ന് ഇതായി വരണം. ആ അതെ അതെ അതെ. അത് എണ്ണാതിച്ച് മാറുന്നത് നല്ല കാര്യം. എന്താണ് വല്ല മുഖത്ത് ഇച്ചിരി വെള്ള എണ്ണ കടുകാത്ത വീണ. ഇതാണ് നമ്മുടെ തോരൻ. അപ്പൊ കണ്ട തോരൻ കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളി തോരനാണ് വെക്കുന്നത്. പക്ഷെ വെന്തിട്ടില്ല. കാണുമ്പോ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. വെന്തിട്ടില്ല കൂട്ടുകാരെ. ആ വെന്തിട്ടില്ല, ഇപ്പൊ ഇട്ടതേ ഉള്ളു. കൂട്ടുകാർ കണ്ടിരിക്കുകയല്ലേ എല്ലാം. അതെ, അമ്മ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആ നേരത്ത് അല്ലേ? ഞാൻ അരക്കാൻ പോണു. ആ. അരക്കാൻ പോണു. അതെ. ഞാൻ ദേ ഉപ്പിട്ടു. ആ ഇനി ഒന്ന് വേഗട്ടെ അല്ലേ? വേകണം. ആ ഇനി ഞാൻ മൂടി വെക്കുവാ. മൂടി വെക്കും. ആ എന്നാ അത് മൂടി വെച്ച് വേഗട്ടെ. വേകട്ടെ. നമ്മുടെ മീൻകറി അടപ്പയിലിരുന്ന് തിളക്കാൻ പോകുന്നു. ശരണ്യ, എന്തോ എവിടം വരെ നമ്മുടെ പാചകങ്ങൾ? പാചകം നമ്മുടെ തോരനായി. ഇതെന്ത് വെക്കാണ്? ഇതാ മത്തിയാ? മത്തി. അല്ല അപ്പൊ പിന്നെ നമ്മള് അടപ്പയിലിരിക്കണതാ? അത് പക്ഷേ ഇത് കിരിയൻ തിരിയാൻ പൊള്ളിക്കാനാ? പൊളിക്കാനുള്ള ആഹാ. ആ അപ്പൊ മുളക് പൊടി ഇട്ടല്ലേ? മുളക് പൊടി ഇടാൻ വെച്ചത് ആ നമ്മുടെ തോരനൊന്ന് കൂട്ടുകാരെ കാണിച്ചു നോക്കട്ടെ. ശനി ഉപ്പിടുന്ന നേരത്ത് കണ്ടാ തീ കെടുത്തിയല്ലേ? അപ്പൊ കൂട്ടുകാരെ നമ്മുടെ തോരനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. സൂപ്പർ തോരനാണ്. കണ്ട ഇങ്ങനെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ശരണ്യ അതെ മീനൊക്കെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ശരണ്യ? ആ അപ്പം ഇനി ഇത് കൂടി വെക്കുമ്പോൾ നമ്മുടെ കറി വെപ്പൊക്കെ തീരുമല്ലേ? മീനും കൂടെ വറുത്തെടുത്താൽ മതി. ആ മീൻ വറുക്കാനും ഉണ്ട്. മീൻ വറക്കാനുണ്ട്. ഓ ഓട്ടത്തിലാണ് ശരണ്യ. ഓട്ടത്തിലല്ല, ഓരോ സാധനം എടുക്കണ്ടായോ. ആ അതന്നെ പുളിയല്ലേ? പുളി ഇച്ചിരി പുളി ഇപ്പുണ്ട്. അപ്പൊ അതിന് അപ്പൊ നമ്മൾ ആ തോരൻ മൂടി വെക്കണ്ടേ? ഇത് ഞാൻ വേറെ പാത്രത്തിലോട്ട് ആക്കും. വേറെ പാത്രത്തിലായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇച്ചിരി വൃത്തിയായിട്ടല്ല കിടക്കുന്നത്. എന്നിട്ട് പാത്രം കഴുകി വെക്കാനാണല്ലേ? എല്ലാം കഴുകി വെക്കണം. ഓടി നടന്ന് പണി ചെയ്യണ കണ്ട. കൈ കഴുകിയില്ല. ഏ കൈ കഴുകിയില്ല. ഓ ഇതെന്താണ് ഇങ്ങനെ ഓടണത്? സമയം പോരെ. അതുകൊണ്ടാണ്. അതുകൊണ്ടാ. ആഹാ. അപ്പൊ അതുമേ എത്തുവാ ശരണ്യക്ക്? ഇത് മീനിരുന്ന് പറ്റുമ്പോ എനിക്കെത്തും. ആ ഇടയ്ക്ക് നോക്കിയാ പോരെ. ആ ശരി. തോരൻ ദേ. ആ അത് ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ കൂട്ടുകാരെ. കണ്ടാ? കാണിച്ചായിരുന്നു നമ്മുടെ കൂട്ടുകാരെ. അപ്പൊ തോരനായി. ആ. ഇനി മീനും വറുത്താൽ മതി. അപ്പൊ നമ്മുടെ പണി ഇന്നത്തെ തീർന്നു. ആ ശരി ശരി. അപ്പം നമുക്ക് ഇനി മീനും ഒക്കെ വറുത്തിട്ട് കാണിക്കാം അല്ലേ? ശരണ്യ ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. എവിടെ? വാ. ഇതെന്താണ്? ഞാനിവിടെ കറിയെല്ലാം റെഡിയായാന്നറിയാൻ നോക്കിയപ്പോ ആ നമുക്ക് കറിയെല്ലാം റെഡിയായ. അപ്പൊ നമുക്ക് കഴിക്കാൻ തുടങ്ങണ്ടേ? കഴിക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ എല്ലാ കറികളും ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ആ ഓ, കറിയൊക്കെ വെച്ചപ്പോ പറയണ്ടേ? മീൻ പൊള്ളിച്ചത്. ഇതാണോ മീൻ പൊള്ളിച്ചത്? ആ മത്തി പൊള്ളിച്ചത്. ആ തേങ്ങ അരച്ചാ പൊള്ളിച്ചത്. ആ തേങ്ങ അരച്ച് പൊള്ളിച്ചത്. ചെറിയ മത്തിയല്ലേ. ആ ആ പിന്നെ ഓ അതൊന്നും അവിടെ ഇരിക്കട്ടെ. ഓ നമ്മുടെ മീൻ പൊള്ളിച്ചത്. ആ ഇത് തിരിയാൻ പൊള്ളിച്ചോ? അയ്യോ എന്നോ കളറാണപ്പോ. ഇതെന്താണ് ഇങ്ങനെ? കാശ്മീർ മുളകിന്റെ ആണോ? എന്റെ ദൈവമേ. പിന്നെ ഇത് നമ്മുടെ തോരൻ. നമ്മുടെ തോരൻ. ആ പിന്നെ നമ്മുടെ മീൻ വറുത്തത്. ആ മീൻ വറുത്തത്. ആ അപ്പൊ അത് കുട്ടികളെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത് കേട്ടാ. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ